ഇറാനെതിരെ യുദ്ധം നടത്താനുള്ള തീരുമാനം വലിയ അബദ്ധമായി പോയെന്ന് അമേരിക്കൻ അഭിപ്രായ സർവേ. യുദ്ധം അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയും ലോക സമ്പദ്വ്യവസ്ഥയും താറുമാറാക്കി. ഇന്ധനവിലയിൽ വൻ കുതിച്ചുചാട്ടമുണ്ടായി. യുദ്ധം ദൈനംദിന ജീവിതത്തെ പ്രതിസന്ധിയിലാക്കിയെന്നും ജനങ്ങൾ കുറ്റപ്പെടുത്തിയതായി വാഷിംഗ്ടൺ പോസ്റ്റ്, ABC, ഇപ്സോസ് പോൾ പറയുന്നു. എന്നാൽ ഭ്രാന്തന്മാർ ആണവായുധം സ്വന്തമാക്കുന്നത് തടയാനാണ് താൻ ആയുധം എടുത്ത് യുദ്ധം തുടങ്ങിയതെന്നാണ് ട്രംപിന്റെ വിശദീകരണം. ഇറാനെതിരെയുള്ള സൈനിക നടപടി വലിയ തെറ്റായിപ്പോയെന്ന് ഭൂരിഭാഗം അമേരിക്കൻ ജനതയും വിശ്വസിക്കുന്നതായി സർവേ റിപ്പോർട്ട്. നിലവിലെ ഇറാൻ യുദ്ധത്തിന് 2006 ഇറാഖ് യുദ്ധത്തിനും 1970 വിയറ്റ്നാം യുദ്ധത്തിനും ലഭിച്ചതിന് സമാനമായി ജനപിന്തുണ കുറവാണ്. 61% ജനങ്ങളാണ് ഇറാനെതിരായ സൈനിക നടപടി അനാവശ്യമായിരുന്നുവെന്നും കനത്ത നാശം സൃഷ്ടിച്ചുവെന്നും അഭിപ്രായപ്പെട്ടത്. വെറും 36% ആളുകൾ മാത്രമാണ് സൈനിക നടപടിയെ പിന്തുണയ്ക്കുന്നത്. ട്രംപിനെതിരെയും വലിയ ജനവികാരം അമേരിക്കയിൽ ആളിക്കത്തുന്നുണ്ട്. ഫെബ്രുവരി അവസാനത്തോടെ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി തുടങ്ങിയ ഈ യുദ്ധം ഇതിനോടകം തന്നെ പശ്ചിമേഷ്യയിൽ ആയിരക്കണക്കിന് ആളുകളുടെ ജീവനെടുത്തു കഴിഞ്ഞു. യുദ്ധത്തിൽ കനത്ത സാമ്പത്തിക നഷ്ടമാണ് അമേരിക്കയ്ക്ക് സംഭവിച്ചതെന്നും യുദ്ധം ആരംഭിച്ച് ട്രംപ് അത് അവസാനിപ്പിക്കാൻ മാർഗമില്ലാതെ വലയുകയാണെന്നും വ്യാപകമായി വിമർശനമുയർന്നു. $5 ബില്യൺ നഷ്ടമാണ് സൈനികപരമായി അമേരിക്കയ്ക്ക് മാത്രം ഉണ്ടായിരിക്കുന്നത്. ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി മാറിയെന്നും സഖ്യകക്ഷികളുമായുള്ള ബന്ധം തകർന്നുവെന്നും ഇസ്രയേലിനെ അമിതമായി പിന്തുണയ്ക്കുന്നുവെന്നും അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളും ഉയർന്നുവരുന്ന ജീവിത ചെലവും വോട്ടർമാരെ വല്ലാതെ വലച്ചു. ട്രംപ് ഭരണകൂടത്തിനെതിരാക്കി അവരെ മാറ്റി. ജനവികാരം എതിരായതോടെ കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ 60 ദിവസത്തിനുമേൽ പ്രസിഡന്റ് സൈനിക നടപടി തുടരാൻ കഴിയില്ലെന്ന സാഹചര്യം കൂടി വന്നതോടെയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പിന്മാറാൻ ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത്. അമേരിക്ക മുൻകൈയെടുക്കുന്ന സമാധാന കരാറിന് ഇറാൻ വഴങ്ങാത്തതാണ് ട്രംപിന് മുന്നിലെ പുതിയ തലവേദന. യുദ്ധം ആരംഭിച്ചത് തങ്ങളല്ലെന്നും ഭാവിയിൽ യുദ്ധമുണ്ടാകില്ലെന്ന് ഉറപ്പ് വേണമെന്നും സാമ്പത്തിക ഉപരോധങ്ങളെല്ലാം അമേരിക്ക നീക്കുകയും ചെയ്താൽ മാത്രമേ ഈ കരാറിനെക്കുറിച്ച് ആലോചിക്കൂവെന്നാണ് ഇറാൻ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. വീണ്ടും ആക്രമിക്കപ്പെടില്ല എന്നുള്ള ഉറപ്പാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇറാന് വേണ്ടത്. അമേരിക്കയോടുള്ള കടുത്ത അവിശ്വാസമാണ് ഇറാൻ ഇതിന് കാരണമായി എടുത്തു പറയുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.